നമ്മൾ മലപ്പുറത്തേക്ക് പോകുമ്പോൾ CV അനുമോദ് ചേരുന്നു. അനുമോദ് നിൽക്കുന്ന ആശുപത്രി ഏതാണ്, അവിടുത്തെ സാഹചര്യം എന്താണ്? കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉയർന്ന ഒരു പരാതി പല ശസ്ത്രക്രിയകളും മാറ്റിവെക്കേണ്ടി വരുന്നു എന്നതാണ്. നമ്മുടെ പൊതു ആശുപത്രികളിൽ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് മൂലം പ്രശ്നമുണ്ടാകുന്നു എന്ന ചോദ്യമാണ്. വലിയ ബിൽഡിങ്ങുകളും വലിയ കെട്ടിടങ്ങളും സംവിധാനങ്ങളുമുണ്ട്, പക്ഷേ ഈ ശസ്ത്രക്രിയ ചികിത്സാ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവുണ്ട്. അതുകൊണ്ട് ചികിത്സ പിഴവുകൾ ഉണ്ടാകുന്നു, ചികിത്സ കിട്ടാതെ പോകുന്ന സാഹചര്യം. മലപ്പുറത്ത് അത്തരമൊരു പരാതി ഉയരുന്നുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം? സഹിത ഞാൻ നിൽക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. നമുക്കറിയാം, ജില്ലയിലെ ജില്ലാ ആശുപത്രി ആയിരുന്ന സംവിധാനത്തെ മെഡിക്കൽ കോളേജാക്കി ഉയർത്തുകയായിരുന്നു ഇത് ചെയ്തത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം സ്ഥലപരിമിതി തന്നെയാണ്. അത് ഇവിടെ എത്തുന്ന രോഗികളെയൊക്കെ വലിയ തോതിൽ ബാധിക്കുന്ന ഒന്നാണ്. ഈ ഒരു മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രി രണ്ടാക്കണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കവുമുണ്ട്. പക്ഷേ അതൊന്നും ഈ പ്രായോഗിക തലത്തിൽ ഇതുവരെ വന്നിട്ടില്ല. നമുക്കിപ്പോൾ കാണാം, ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ OP ഇതിൻ്റെ മുമ്പിലാണ്. രാവിലെ 8 മണിക്കാണ് ഇവിടെ OP പരിശോധനകൾ തുടങ്ങുക. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ടിക്കറ്റിൻ്റെ വിതരണം തുടങ്ങും. ഇപ്പോൾ അതിരാവിലെ വന്ന് ഇരുന്ന ആളുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അവരോടൊക്കെ ഒന്ന് സംസാരിക്കാം. ആദ്യം ചേട്ടാ, OP ടിക്കറ്റ് കിട്ടിയോ? എത്ര ടോക്കൺ? എത്രയാണ്? 123. ഏത് ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നത്? ഇത് മറ്റേ കാർഡിയോ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾക്ക് മുമ്പ് വന്നിട്ട് കാണാൻ പറ്റിയിരുന്നോ? മുമ്പ് കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഇവിടെ ടോക്കൺ കിട്ടുന്നതിൻ്റെ ഉള്ളിൽ കയറുന്നതിൽ പ്രശ്നമേ ഉള്ളൂ അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ പ്രധാനമായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? നമുക്കത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. ഈ കാത്തിരിപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ, എല്ലായിടത്തും പ്രതീക്ഷിക്കുന്നതാണ്. ഇവിടുത്തെ ഒരു പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ ഹാർട്ടിൻ്റെ ഡോക്ടർ ആകെ 2 ദിവസം മാത്രമേ OP നടത്തുകയുള്ളൂ. അതേപോലെ ന്യൂറോയ്ക്ക് ഇവിടെ ആകെ 1 ദിവസം മാത്രമേ ന്യൂറോ സർജൻ്റെ സേവനവും ഉള്ളൂ. അപ്പോൾ അത് പ്രകാരം ആളുകൾക്ക് ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം. കുട്ടിയെ കാണിക്കാൻ വന്നോണ്ട് കേട്ടോ. ഇപ്പോഴാണ് വന്നില്ല. ടോക്കണൊക്കെ കിട്ടിയോ? ടോക്കൺ കിട്ടി. എത്രയാണ് ടോക്കണ്? 1023. എത്ര? 1023. അപ്പോൾ വൈകുന്നേരം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇവിടെ വരാനുള്ള ഒരു കാരണം? വീട് ഇവിടെ അടുത്താണ്. നിങ്ങൾ സ്ഥിരം വരുന്നതാണോ? ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? ഇപ്പം തോന്നുന്നില്ല. ഇവിടെ നേരിടുന്ന ഒരു കാത്തുനിൽപ്പിൻ്റെ ഒരു പ്രശ്നം തിരക്ക് സൗകര്യം കുറച്ചും കൂടി കൂട്ടണം എന്നൊരു സൗകര്യം കുറച്ചുകൂടി കൂട്ടണം. പക്ഷേ ഡോക്ടർമാരൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്ക് ഈ സ്ഥലപരിമിതി, ആളുകൾക്കുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെയാണ്. ടോക്കൺ കിട്ടിയോ? ടോക്കൺ കിട്ടിയോ? കിട്ടി. എത്ര? ഏത് ഡോക്ടറെ കാണാൻ? ഏത് ഡിപ്പാർട്ട്മെന്റ്? ഒരുപാടൊന്ന് രാവിലെ വന്നതാണോ? ഞാനൊരു 9 മണിയാകുമ്പോൾ. 9 മണിയാകുമ്പോൾ. ഇപ്പം അത് വൈകുന്നേരം അല്ലേ പോകാൻ? നിങ്ങൾക്ക് ഇവിടെ എന്താ ഈ കാത്തുനിൽപ്പല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നു? ഡോക്ടർമാർ കുറവ് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എല്ലാ വിഷയങ്ങളിലും ഉണ്ട്. ഡോക്ടർമാരില്ല എന്നുള്ളവരെ പലപ്പോഴും വന്ന് മടങ്ങി പോകേണ്ടതായിട്ടുണ്ടാവും. ആവശ്യം വേറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് എത്തിയാൽ കാണാൻ കഴിയില്ല, കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ഏത് ഡോക്ടർ? എന്താണ്? ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ്. ഇവിടെ എത്തുന്ന ആളുകൾക്കെല്ലാം പല ആളുകൾക്ക് പലതരത്തിലുള്ള മനസ്സിലാവുന്നുണ്ട്. എന്തായാലും മഞ്ചേരി മെഡിക്കൽ കോളേജ് പൊതുവിൽ വലിയൊരു മഞ്ചേരി മെഡിക്കൽ കോളേജ് പൊതുവിൽ നമുക്ക് നിരവധി ആളുകൾ എത്തിപ്പോകുന്നതാണ് നമ്മുടെ പൊതു ആതുരാലയങ്ങൾ. പക്ഷേ അവിടെ മാതൃകയാവുന്നു പ്രവർത്തനങ്ങളുണ്ട് എന്നതാണ് മഞ്ചേരിയുടെ ഒരു പൊതു കാഴ്ചകൾ. അവിടെ ആൾക്കാരുടെ പ്രതികരണം അങ്ങനെയാണ്. സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം നല്ലതെന്ന് തന്നെ ഉറക്കെ പറയണം. അതേസമയം വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും ചെയ്യണം. ഇതാണ് നമ്മുടെ ഒരു പൊതുവായ ലക്ഷ്യം. നമ്മൾ പരിശോധിക്കുന്നതും അത് തന്നെയാണ്. എന്തായാലും മഞ്ചേരിയിൽ കണ്ട കാഴ്ച അതാണ്. നമ്മൾ കാസർഗോഡ്